ഹായ് ഡിയർ വ്യൂവേഴ്സ്. ഇപ്പോഴുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. മുടി കൊഴിച്ചിൽ, താരൻ, അങ്ങനെ മുടിയുമായി സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പാലായിലെ ഏർണിക്സ് ഹോമിയോപ്പതിയിലെ ഡോക്ടർ ജോസ് ആണ്. ഡോക്ടർ വെൽക്കം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മുടിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഏർണിക്സ് ഹോമിയോപ്പതിയുടെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ 2009 മുതൽ കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഇവിടെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഹെയർ ഫോളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ താരനും മുടി കൊഴിച്ചിലുമാണ് നമ്മൾ ആളുകൾക്ക് കൊണ്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് മെയിനായിട്ട്. സത്യത്തിൽ എൻ്റെ ഫാദർ ഹോമിയോ ഡോക്ടറാണ്. പുള്ളി 1969 മുതൽ ഹോമിയോപ്പതി ഫീൽഡിലുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഹോമിയോപ്പതി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് ഒരു അസുഖത്തിന് മാത്രമല്ല, ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കൂടെ നോക്കിയിട്ടാണ് മെഡിസിൻസ് കൊടുക്കുക. അതായത് ഒരാളുടെ ആരോഗ്യസ്ഥിതിയോ മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ മുടി കൊഴിച്ചിലിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, എന്തെങ്കിലും മറ്റസുഖങ്ങൾ കൊണ്ടാണോ വരുന്നത്, അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണോ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ പേഷ്യൻറ്റിനുള്ള മെഡിസിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അത് അവരുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ നോക്കിയിട്ടാണ് ഹോമിയോ മെഡിസിൻസ് നമ്മൾ കൊടുക്കുക. ഡോക്ടറുടെ ഒരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഡിഫറെൻറ്റ് പേഷ്യൻസ് ഉണ്ടാവും, അപ്പം എന്താണ് ഒരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്? നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ ആ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ഒന്ന് അനലൈസ് ചെയ്യും. അതായത് അവരുടെ മറ്റ് നിലവിലുള്ള ആരോഗ്യസ്ഥിതി, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനലൈസ് ചെയ്തിട്ട്, അതുപോലെ അവരുടെ ഡയറ്റ് എങ്ങനെയാണ്, അവർ ഫുഡ് കഴിക്കുക, അതിൻ്റെ രീതികൾ, അവരുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ചേഞ്ചസ് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫലപ്രാപ്തി നല്ല രീതിയിൽ നമുക്ക് മികച്ച രീതിയിലുള്ള ഫലപ്രാപ്തി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ് ആയാലും ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ് ഏത് മെഡിസിൻ എടുക്കുന്നവർക്കായിരിക്കും. അപ്പം ഹോമിയോപ്പതി എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ്? എന്തെങ്കിലും പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും കാണാറില്ല. അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെ പൊതുവെ ഒരു പ്രശ്നങ്ങൾ ആൾക്കാർക്ക് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ പേര് പ്രത്യേകിച്ചൊന്നും കാണാറില്ല. തന്നെയല്ല, നമ്മൾ സൈഡ് എഫക്ട്സിനെക്കാട്ടി കൂടുതൽ ചിലപ്പോൾ നമ്മുടെ മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ പേരിൽ, അതായത് മുടിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ആളുകളുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ ഇമ്പ്രൂവ് ആയി വരുമ്പോഴത്തേക്ക് അവരുടെ മറ്റസുഖങ്ങൾ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത പല അസുഖങ്ങളും ചിലപ്പോൾ മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാറുണ്ട് ചിലപ്പോൾ. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ആഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വേണ്ട ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അതായത് നമ്മൾ അത്യാവശ്യം പ്രോട്ടീനുള്ള ഫുഡുകൾ കഴിക്കാൻ ആൾക്കാരോട് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാൽസ്യം, ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ പറയാറുണ്ട്. അതുപോലെ കഴിക്കുന്ന ഫുഡിനെക്കാട്ടി കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിംഗ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയാറുള്ളത്. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായ സമയത്ത് കഴിക്കുക, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ യഥാ സമയത്ത് ഫുഡ് കഴിക്കുക, അത് ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയെക്കാട്ടി കൂടുതലായിട്ട് അതിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാറുള്ളത്. ഓക്കെ, ഈ ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് ഭേദമാകാൻ ഒരു എത്രത്തോളം കാലയളവ് എടുക്കും ശരിക്കും? സാധാരണഗതിയിൽ മെഡിസിൻ കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു 1.5 മാസം 2 മാസം കൊണ്ട് കൊഴിച്ചിൽ കുറയും. അതുപോലെ പുതിയ മുടികളായി വരണമെങ്കിൽ ഒരു 4-5 മാസത്തെ മെഡിസിൻ നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കണം. അതിൻ്റെ കാരണം ഈ മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമ്മുടെ മുടിക്ക് വേണ്ട ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയെയും ശരീരത്തെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം സമയമെടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇപ്പം ഇൻറ്റേർണൽ ആയിട്ടും മെഡിസിൻസ് ഉണ്ടാവും, എക്സ്റ്റേണൽ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏത് തരം മെഡിസിൻസ് ഉണ്ട്? നമുക്ക് മെഡിസിൻസ് ഉള്ളിൽ കഴിക്കുന്ന മെഡിസിനുണ്ട്. അത് നമ്മൾ ദിവസം 2 നേരം ഉള്ളിൽ കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നൊരു മെഡിസിനുണ്ട്. അത് നമ്മൾ ഓയിലല്ല, വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് കുളി കഴിഞ്ഞതിന് ശേഷം അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ മെഡിസിന് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് ഇത് പോകുക. നമുക്ക് അതിൻ്റോടൊപ്പം എണ്ണ യൂസ് ചെയ്യുന്നവർക്ക് സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ യൂസ് ചെയ്യാം, ഷാമ്പൂ ഒക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അതിന് കുഴപ്പമില്ല. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മെഡിസിനാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഫുഡ് ഡയറ്റ് എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ടോ? മെഡിസിൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈമിൽ ഫുഡ് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് ഫുഡുകളൊന്നും നിയന്ത്രിക്കാറില്ല. സാധാരണയായിട്ട് അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറയും. പിന്നെ പാല് നമ്മൾ പൊതുവെ ഒഴിവാക്കാൻ പറയാറുണ്ട്.
അതായത് പാല് കുടിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് മുടി കൊടിയാനൊരു ടെൻഡൻസി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് പാൽ ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് പാല് മാത്രം നമ്മളൊന്ന് ഒഴിവാക്കാൻ പറയാറുണ്ട്. ബാക്കി ഫുഡുകളൊക്കെ സാറിന് കഴിക്കുന്ന എല്ലാ ഫുഡുകളും കഴിക്കാം. പിന്നെ ഓവറായിട്ട് ജങ്ക് ഫുഡിൻ്റെ യൂസേജ് ഒന്ന് ലിമിറ്റ് ചെയ്യാൻ പറയും. അതൊരു ഷുഗർ അങ്ങനെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു സാധനം കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഇതില്ല. അതിൽ പാല് നമ്മൾ നിർത്താൻ പറഞ്ഞാലും പാലിൻ്റെ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് കഴിക്കുകയും ചെയ്യാം, അതിനും കുഴപ്പമില്ല. പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകളെല്ലാം കഴിക്കണം. ഓക്കെ ഡോക്ടർ, ഡെയിലി മുടി വാഷ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഡെയിലി മുടി കഴുകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷന് നമുക്ക് ഈ ചൂട്, വേർപ്പ്, പൊടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദിവസം ഒരു നേരം മുടി കഴുകുന്നത് വളരെ സേഫാണ്, ഒരു കുഴപ്പമില്ല. തന്നെയല്ല നമ്മുടെ മെഡിസിൻസ് നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ പറയുക. അതിൻ്റെ കാരണം സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കുന്ന സ്കാൽപ്പിലാണ് നമ്മളെ മെഡിസിൻസ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ഡെയിലി മുടി കഴുകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പം ഫോൺ ഓപ്പൺ ചെയ്താലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ചില പരസ്യങ്ങളാണ് ഒരാഴ്ച കൊണ്ട് മുടി വളരും എന്നുള്ളത്. അത് ശരിക്കും പോസിബിൾ ആണ്? അത് പോസിബിൾ ആണോ? നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ അത് പോസിബിൾ അല്ല. ഒരാഴ്ച കൊണ്ട് മുടി വളരാൻ സാധ്യത കുറവാണ്. കാരണം മെഡിസിൻസ് കഴിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്തതിന് ശേഷം ആ മുടി തന്നെ നാച്ചുറലായിട്ട് തന്നെ വളർന്നു വരണം. നമ്മൾ ശരിക്കും നാച്ചുറലായിട്ട് മുടി വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുക. അത് മിനിമം ഒരു മാസം കൊണ്ടാണ് നമുക്ക് ശരിക്കും കൊഴിച്ചിൽ കുറഞ്ഞു തരിക. പുതിയ മുടികളായി വരണമെങ്കിൽ ഏകദേശം ഒരു 3-4 മാസത്തെ സമയം എടുക്കും. അതായത് അടുത്ത ഒരു റൗണ്ട് സമയം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതായിട്ട് വരിക. നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണിത്. ഓക്കെ, ഈ തലയിൽ അമിതമായി ഡാൻഡ്രഫ് വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക്, അതായത് താരനും മുടി കൊഴിച്ചിലും കൂടെ ഒരുപാട് ആൾക്കാർ കാണാറുണ്ട്. നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ താരൻ മാറി വരും, ഒപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് താരൻ മാറുന്നതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലും മാറി മുടി പ്രോപ്പറായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ അത് രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യണം അങ്ങനെയുണ്ടോ? അതോ നമുക്ക് ഇല്ല, നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് അതുപോലെ ഇതുകൂടെ വരാൻ സാധിക്കാത്ത ആളുകളൊക്കെ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോൾ വഴി കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നേരിട്ട് വരാൻ സാധിക്കും നല്ലത്. സാധിക്കാത്ത ആളുകൾക്ക് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി മെഡിസിൻ കൊടുക്കാറുണ്ട്, കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡോക്ടർ, ഈ പ്രസവ ശേഷമുള്ള മുടി കൊഴിച്ചിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? പ്രസവശേഷം ഉള്ള മുടി കൊഴിച്ചിൽ അത് നോർമലാണ്. ഏകദേശം 3 മുതൽ 6 മാസം വരെ മുടി കൊഴിയും. അത് പ്രസവശേഷം വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുമില്ല. അതുപോലെ പലരും ചോദിക്കാറുണ്ട് ഗർഭകാലത്ത് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മളത് നിർദ്ദേശിക്കാറില്ല. കാരണം എങ്ങനെയാണെങ്കിലും ഗർഭകാലത്ത് മുടി നന്നായിട്ട് വളരും, അത് നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ നമ്മൾ വേറെ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല, പ്രസവശേഷം മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. അത് നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, മുടി വളരാൻ വെളിച്ചെണ്ണ തലയിൽ വെക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവരത് ഓവർ നൈറ്റ് ഒക്കെ വെച്ചിട്ട് കിടക്കും, അതൊരു പരിഹാരമായിട്ട് കാണുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മൾ എണ്ണ അങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ട് കിടക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. നമുക്ക് എണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുളിക്കുന്നതിന് മുൻപായിട്ട് തലയിൽ വെച്ചിട്ട് കുളിക്കാവുന്നതാണ്. കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെഡിസിൻ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ഓവർനൈറ്റ് വെച്ച് കിടന്നു കഴിഞ്ഞാൽ പലപ്പോഴും സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, അലർജി അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുളിക്കുന്നതിന് മുൻപായിട്ടാണ് യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഡെയിലി യൂസ് ചെയ്യാമോ? ഡെയിലി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, യങ് ഏജിൽ തന്നെ ഇപ്പം പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഹെയർ ലോസ് ഉണ്ട്, നെറ്റ് കയറുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. അതെന്താണ് യങ് ഏജിൽ വരാനായിട്ടുള്ള എന്തൊക്കെയാണ് കാരണം? അത് ചെറുപ്പക്കാരുടെ ലൈഫ് സ്റ്റൈൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കൊണ്ടാണ് പ്രധാനമായിട്ട് ഈ പ്രശ്നം വരിക. അപ്പോൾ നമുക്ക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചെറുതായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ തന്നെ യങ്സ്റ്റേഴ്സ് റേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവും എന്നുള്ളത്. അത് ശരിക്കും ഉള്ള ഒരു പ്രശ്നമാണോ? അത് ഹെൽമെറ്റ് വെച്ചതിൻ്റെ പേരിൽ മുടി കൊഴിയില്ല, പക്ഷേ ഹെൽമെറ്റ് ക്ലീൻ ആയിരിക്കണം. ഹെൽമെറ്റിനകത്ത് മറ്റ് ഫംഗസോ കാര്യങ്ങളോ ഇല്ലാതെ ഹെൽമെറ്റ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല. അല്ലാതെ ഹെൽമെറ്റ് വെച്ചതിൻ്റെ പേരിൽ മുടി കൊഴിയില്ല. ഹെൽമെറ്റ് ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹെൽമെറ്റിനകത്ത് ചിലപ്പോൾ ഫംഗസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫംഗസ് വന്നു കഴിഞ്ഞാൽ അത് താരനും പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനും അത് മുടിക്ക് ദോഷമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് ക്ലീൻ ആയിട്ട് വെക്കണം, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഡോക്ടർ, ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മുടി കൊഴിച്ചിലിനെ ബാധിക്കുമോ? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു? ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം മുടി കൊഴിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്.
ഡോക്ടർ, ഷാംപൂ കണ്ടീഷണറൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഡെയിലി ലൈഫിൽ പുറത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാവരും തലയിൽ എണ്ണയൊന്നും വെച്ചിട്ട് പോകത്തൊന്നുമില്ല. ഇപ്പം ഞാനായാലും തലയിൽ എണ്ണയൊക്കെ വെച്ച് ഇങ്ങനെ പോകാറൊന്നുമില്ല. അപ്പം ഡെയിലി ഷാംപൂ ഉപയോഗിക്കുന്നത് ഹെയറിനെ നന്നായിട്ട് ബാധിക്കില്ലേ? ഷാംപൂ കണ്ടീഷണർ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗം അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകാനും അതുവഴി മുടി കൊഴിച്ചിൽ കൂടാനും മുടിയുടെ ആരോഗ്യം നശിക്കാനും സാധ്യത കൂടുതലാണ്. അവ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അമിതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർ, ഈ ഹെയറിലുള്ള അമിതമായ ഡാൻഡ്രഫ് അത് മുടി കൊഴിച്ചിലിനെ നല്ല രീതിയിൽ ബാധിക്കുമോ ശരിക്കും? താരൻ മുടി കൊഴിച്ചിലിനൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ താരൻ ഉള്ള ആളുകൾക്ക് താരൻ മാറാനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുക, ഒപ്പം തന്നെ മുടി വളരാനുള്ള ട്രീറ്റ്മെൻറ്റ് രണ്ടും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുക. അങ്ങനെയുള്ള സമയത്ത് താരൻ മാറും, ഒപ്പം തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഡോക്ടർ, ഈ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ പിമ്പിൾസ് വരും. അപ്പോൾ അവർ റീസൺ ആയിട്ട് കാണുന്ന ഡാൻഡ്രഫ് ആണ്. സോ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു? താരൻ കൂടുതലുള്ള ആളുകൾക്ക് മുഖക്കുരു കാണാറുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും അവരുടെ ബോഡിയിൽ. അതുപോലെ തന്നെ ഈ താരൻ്റെ ഫംഗസ് വന്നിട്ട് അതും ഇത്തരത്തിലുള്ള കുരുക്കളുണ്ടാകാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് അത് താരനുള്ള ആളുകൾക്ക് മുഖക്കുരു കാണാറുണ്ട്. പക്ഷെ നമ്മൾ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്ന അവിടെ നമ്മുടെ ഡാൻഡ്രഫ് ശരിക്കും പില്ലോയിൽ പറ്റിയിരിക്കും. നമ്മൾ ഫേസിൽ വെച്ച് കിടക്കുമ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോകൾ, അതുപോലെ ബെഡ്ഷീറ്റ്, ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ തലേന്നുള്ള ഡാൻഡ്രഫ് എല്ലാം അത് പറ്റി പിടിച്ചിരുന്നിട്ട് ഈ ഫംഗസ് എല്ലാം നമ്മുടെ മുഖത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. ഡോക്ടർ, ഈ മുടി കൊഴിച്ചിലുള്ളവർ ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ഹൈജീനിക് ഒരു സൈഡാണ്, അത് അവർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? അവരുടെ പേഴ്സണൽ തിങ്സ്, അതായത് ചീപ്പ്, തോർത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മറ്റാളുകളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഷെയർ ചെയ്യുന്നത് വഴി ഫംഗസ് ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. ഈ ചിലരിൽ തലയിൽ ഇങ്ങനെ വട്ടത്തിൽ മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അത്? അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ മുടിയുടെ കോശങ്ങളുമായിട്ട് അനാവശ്യമായിട്ട് പ്രതിപ്രവർത്തിച്ച് വട്ടത്തിൽ മുടി കൊഴിയുക. അതാണ് അതിൻ്റെ കാരണം. അതിന് നമ്മുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ കേളി ഹെയർ ഒക്കെ ഉള്ളവർ ചീപ്പ് അധികം യൂസ് ചെയ്യില്ല. ചിലർ പറഞ്ഞിട്ടുണ്ട് ചീപ്പ് യൂസ് ചെയ്യുന്ന ഹെയറിന് നല്ലതല്ല എന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ സിനിമാ നടി സായി പല്ലവി അവർ ചീപ്പ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചീപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമോ? ചീപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാൻ സാധ്യതയില്ല. അത് സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓവറായിട്ട് ഇതിനെ ഒരു വളരെ മൈൽഡായിട്ട് കൈകാര്യം ചെയ്യാം. ഓവറായിട്ട് ബലം കൊടുക്കാതിരിക്കാം. നോർമൽ കണ്ടീഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം അതിലൊരു വാസ്തവം ഇല്ല? ഇല്ല, വാസ്തവമില്ല. പക്ഷേ ഈ മുടി കൊഴിച്ചിലിന് ചിലർ റീസൺ ആയിട്ട് പറയുന്നത് കുടൽ ഹെൽത്തി അല്ല, അതാണ് കാരണം എന്നാണ് പറയുന്നത്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന മോശമായിട്ടുള്ള ആഹാരങ്ങൾ പലപ്പോഴും നമ്മുടെ വയറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വയറ്റിലെ നല്ല ബാക്ടീരിയകൾ വളരാൻ തക്ക രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുക. അത് തൈര് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബാക്ടീരിയയുടെ പ്രസൻസ് കൂടും. അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും താരൻ കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയുന്നത്? ഇപ്പം കുറച്ച് ലീഡ് ആക്ടേഴ്സ് ആയാലും കുറേ പേര് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അത് സജസ്റ്റ് ചെയ്യൂ? സാധാരണഗതിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലെങ്കിലും അടുത്തിടെ ചില ആളുകൾക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഹൈജീനിക് മെഷേഴ്സ് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിലൊക്കെയാണ് ഇങ്ങനെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരിക. അപ്പം അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ സിവിയർ പ്രോബ്ലംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് മുടിനെ എത്രത്തോളം സ്വാധീനിക്കും? അത് നമ്മുടെ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഒരു 1 ഹവറിനുള്ളിൽ മാക്സിമം വെള്ളം കുടിക്കാൻ പറയാറുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ വയറിൻ്റെ ഹെൽത്ത് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുക. അതുപോലെ തന്നെ അത് നമ്മുടെ ബോഡിയിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളം എല്ലാവരും കുടിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ, നമ്മൾ ഹെയർ ഗ്രോത്തിന് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യും സ്കാൽപ്പിൽ. ഇപ്പോൾ റോസ്മേരി വാട്ടർ, അങ്ങനെ കുറച്ച് സെറം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് എത്രത്തോളം ഹെൽപ്ഫുള്ളാണ് ശരിക്കും? സത്യത്തിൽ പുറമെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 20%, 25% ഗുണം കിട്ടും. അതേസമയം നമ്മൾ ഉള്ളിൽ മെഡിസിൻ കഴിക്കുമ്പോഴത്തേക്കാണ് ശരിയായ രീതിയിൽ മുടി വളർന്നു വരിക. കാരണം മുടിയുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് നടക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കണ്ടീഷൻ ചെയ്ത് മുടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ശരിയായ രീതിയിൽ അബ്സോർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മുടി പ്രോപ്പറായിട്ട് വളർന്നു വരുള്ളൂ. അത് ഉള്ളിൽ നിന്ന് വേണം മുടി വളരാൻ. സ്കാൽപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് 100% റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഉള്ളിൽ മെഡിസിൻ കഴിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള
ഫലം കിട്ടത്തുള്ളൂ. ഡോക്ടർ, ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെയറിനെ ബാധിക്കും. ഇപ്പോൾ ലിപ്സ്റ്റിക്സ് അങ്ങനെ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം, നിലവാരമില്ലാത്ത പ്രോഡക്റ്റ്സാണ് പലരും യൂസ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോഡക്ട്സിൽ ഈ നിരോധിതമായ വസ്തുക്കൾ അവരുടെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിലവാരമുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡോക്ടർ, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ മുടി കൊഴിച്ചിൽ കുറഞ്ഞു നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളതിന് പറയുന്നത്, ലേഡീസൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് മുടി ചെയ്യുമല്ലോ, ആ സമയത്ത് കിട്ടുന്ന ഒരു ബഞ്ച് ഉണ്ടാവുമല്ലോ മുടിയുടെ, ആ കെട്ടിൻ്റെ സൈസ് ശ്രദ്ധിക്കാൻ പറയും. അപ്പോൾ അതെല്ലാ ദിവസവും ശ്രദ്ധിച്ചോളാൻ പറയും. സാധാരണഗതിയിൽ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കെട്ടിൻ്റെ സൈസ് നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം മുടി കൊഴിച്ചിൽ കുറയുമ്പോഴാണ് കെട്ടിൻ്റെ സൈസ് കുറയുക. അതിൻ്റെ ഒരു കാരണം, മുടി ഏകദേശം ഒരു 5-8 മണിക്കൂർ റെസ്റ്റിലിരുന്നിട്ട് നമ്മൾ മുടി ചെയ്യുമ്പോഴത്തേക്കും വീക്കായിരിക്കുന്ന മുടികളിൽ പൊഴിഞ്ഞു പോരും. അതിപ്പോൾ പൊഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പൊഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടിൻ്റെ സൈസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊഴിച്ചിൽ കുറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം എത്രത്തോളം ട്രസ്റ്റബിൾ ആണ് ഈ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്? ഇപ്പം ട്രീറ്റ്മെൻറ്റിന് ശേഷം മുടി കൊഴിച്ചിൽ നിന്നില്ല എന്നൊരു സിറ്റുവേഷനായിട്ട് ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്, എന്തായിരിക്കും? കഴിഞ്ഞ ഒരു 10-16 വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. ഏകദേശം 10,000-ഓളം ആളുകളെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 90-100% എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിട്ട് ആർക്കെങ്കിലും മുടി കൊഴിച്ചിൽ മാറുന്നില്ലെങ്കിൽ അവർക്ക് ഈ മെഡിസിന് വേണ്ടിയിട്ട് ചിലവാക്കിയ പണം നമുക്ക് തിരികെ കൊടുക്കാൻ പറ്റും. അത്രയും ഗ്യാരണ്ടി ഞാൻ കൊടുക്കാം. കാരണം ആളുകൾ നമ്മളെ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമുക്കൊരു ഗ്യാരണ്ടി അങ്ങനെ കൊടുക്കാൻ പറ്റും. യെസ്, അപ്പം മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇത്രയും നേരം ഞാനുമായിട്ട് സഹകരിച്ച ഡോക്ടറിന് ഒരുപാട് നന്ദി. താങ്ക് യു. അർണിക്സ് ഹോമിയോപ്പതി, വെള്ളാപ്പാട്, പാലാ, കോട്ടയം.